ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ സോഫ്റ്റ്നെസ്സിൽ മിൽക്ക് പേട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുമാത്രമല്ല, പേടയുടെ അച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പേട ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര. 1/4 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ്, അപ്പോൾ ഇത് തന്നെ എടുത്താൽ മതി, ഇതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ഇതുകൂടെ ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓണാക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അതായത് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ക്രീമിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കണം. അപ്പം ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പാത്രത്തിന് ചുറ്റുമായത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പാത്രത്തിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഇളകി വരുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ പേട ഒന്ന് നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഒരു ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഇതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് ബോളാക്കി എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു പേട കാണാൻ കടയിലത്തെ പോലെ ഇരിക്കുകയുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒരേ സൈസിലും ഷേപ്പിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫോയിൽ കപ്പിലാണ് ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിലും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നതെല്ലാം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം പേടയുടെ ആ ഒരു അച്ചില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഈ ഒരു ഡിസൈനിലും നമുക്ക് പേട തയ്യാറാക്കി തന്നെ എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ നോസിലില്ലേ, ഫ്ലവർ നോസിൽ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇത് പെട്ടെന്ന് ഈ ഒരു ഫ്ലവർ നോസിൽ വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഒരു ഡിസൈൻ, അതായത് കാണാനൊരു ഗെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ബദാം ഇത് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസും കൂടെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വന്നതല്ലേ. അതുപോലെ നമുക്കിതാ ബാക്കിയിരിക്കുന്നതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പേടയുടെ അച്ചില്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡിസൈൻ ഇല്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല, നമുക്കിതാ നല്ലൊരു പേട തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ പേടയും ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റിൽ നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 9 പേട ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ കഴിക്കാൻ ധാരാളമാണ് ഇത്രയും. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.